രാവിലെ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് ഇറങ്ങിയതാണ്. ഇവിടെ വന്നിട്ട് കുറച്ചു കാലമായെങ്കിലും നമ്മളങ്ങനെ അധികം പ്ലേസസ് ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പൈസ ചെലവില്ലാണ്ട് കുറച്ച് സ്ഥലങ്ങൾ കാണണം. അതാണ് ഇന്നത്തെ ലക്ഷ്യം. അവിടെ പോയപ്പോൾ കണ്ടൊരു കബോർഡിന്റെ ഡോറാണ്. വ്യത്യസ്തമായിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. അവിടെ ആയിരുന്നു ഇന്ന് ഫുഡ് കഴിച്ചത്. ബിരിയാണി ആയിരുന്നു. അവർ തന്നെ ഉണ്ടാക്കിയതാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വന്നിട്ട് 2 മാസമായെങ്കിലും ഇപ്പോഴാണ് ബിരിയാണി കഴിക്കുന്നത്. ഫിൻലാൻഡിൽ ഒരുപാട് പൂക്കളുണ്ട്. അതുകൊണ്ട് അവർ തന്നെ പർച്ചേസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പോകുന്ന വഴിക്ക് ചൂണ്ടിടാൻ ഒരു പ്ലാൻ ഉണ്ട്. ഇത് മണ്ണിരയാണ്. ഇവിടെ നിന്ന് മേടിച്ചതാണ്. ഈ കാണുന്ന വിഷ്വൽസ് ഒന്നും നമ്മൾ 4K അൾട്രാ HD ക്യാമറയിലൊന്നും ഷൂട്ട് ചെയ്തതല്ല, ഫോണിൽ ഷൂട്ട് ചെയ്തതാണ്. എങ്കിലും നിങ്ങൾ ഈ കാണുന്ന കണ്ടന്റുകൾ അത്യാവശ്യം വിഷ്വൽ ക്വാളിറ്റിയും കണ്ടന്റ് ക്വാളിറ്റിയും കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നടക്കാനായിട്ട് തുടങ്ങി. വീടിനടുത്ത് അത്യാവശ്യം നല്ലൊരു ബീച്ചും ഫോറസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കാണാനായിട്ട് പോകുന്നതാണ്. ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ ഫിൻലാൻഡ് സ്കൈ കാണാനും വളരെ അടിപൊളിയാണ്. എങ്ങോട്ട് നോക്കിയാലും ഏത് സമയത്ത് നോക്കിയാലും ഇവിടുത്തെ സ്കൈ വളരെ ഡിഫറന്റ് ആണ്. അങ്ങനെ നടക്കുന്ന വഴിക്ക് ഒരു കിളിയെ കണ്ടു. അത് എന്റെ പേരൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാവാനാണ് സാധ്യത. വിന്റർ വരുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബേർഡ്സ് ഒക്കെ ഓൾറെഡി മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന റൊവാൻ ബെറീസിന്റെ ട്രീ ആണ്. ഞാൻ ഇത്രയും വലിയ ട്രീ കാണുന്നത് ഈ ഫോറസ്റ്റിൽ വന്നതിന് ശേഷമാണ്. ഈ കാട് മൊത്തം ഫോറസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഈ ഫോറസ്റ്റ് മൊത്തം ബെറീസ് ആണ്. ഒരുപാട് ബെറീസ് ഉണ്ട്. ഈ കാണുന്ന റെഡ് കറന്റ് ബെറീസ് ആണ്. ഈ കാണുന്ന ബ്ലൂബെറിയുടെ പ്ലാന്റ് ആണ്. പക്ഷേ സീസൺ ഒക്കെ കഴിഞ്ഞു, ഈ പറിക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ നമ്മൾ കാട്ടിക്കൂടെ നടന്ന ഒരു ബീച്ച് സൈഡിലെത്തി. നമ്മുടെ ചാനലിന്റെ പേര് ഫിൻലാൻഡ് സ്റ്റോറീസ് ബൈ ശരത്ത്. ആദ്യം ഒന്ന് എഴുതാൻ നോക്കിയതാണ്. ആദ്യവട്ടം പരാജയപ്പെട്ടു, പിന്നീട് അത് സക്സസ്ഫുൾ ആയി. അവിടെ ഇവിടെയും കടലിനൊരു നിയമമേ ഉള്ളൂ. നമ്മൾ എന്തെങ്കിലും എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ സംഭവം അടിച്ചെടുത്തോണ്ട് പോകും. ആളുകളുടെ ക്യാമ്പ് ഫയറും ക്യാമ്പിംഗ് ഒക്കെ നടത്താറുണ്ടെന്ന് തോന്നുന്നു. കാരണം അത്യാവശ്യം ഫയർ എത്തിക്കാനും ആൾക്കാർക്ക് ഇരിക്കാനും ക്യാമ്പ് ചെയ്യാനൊക്കെ ഉള്ള സംവിധാനങ്ങൾ ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിചാരിച്ച പോലെ അങ്ങനെ മൃഗങ്ങളെയൊന്നും കാണാനായിട്ട് പറ്റിയില്ല. ഫിൻലാൻഡ് 70% കാട് തന്നെയാണ്. അങ്ങനെ നടന്ന് ചൂണ്ടാടാൻ പറ്റിയ ഒരു സ്ഥലത്തെത്തി. ഇവിടെ ഭയങ്കര തിരയാണ്, അതുപോലെ തന്നെ തണുപ്പും. ഏതാണ്ട് 43 km/h ആയിരുന്നു ഇതിന്റെ ഉണ്ടായിരുന്നത്. ചൂണ്ടയിടൽ പരാജയപ്പെട്ടു. നിങ്ങൾക്ക് ഈ തിര കണ്ടാൽ തന്നെ അറിയാം, ഒന്നും കിട്ടാൻ സാധ്യതയില്ല. എങ്കിലും ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ കിട്ടുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ നടത്താൻ തുടങ്ങി. ഈ കാട്ടിനകത്തൂടെ തന്നെയാണ് ഇത്തവണ നടക്കുന്നത്. ഒരു ഹൗസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. അത് ഒരു ഹൗസ് കണ്ടു. എന്താണെന്ന് അറിയില്ല, നോക്കണം. ചില വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നും. ഹൊറർ മൂവീസിലൊക്കെയാണ് നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടിട്ടുള്ളത്. ഇടവും പോലും കാട് തന്നെയാണ്. എവിടെ നോക്കിയാലും കാടാണ്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഹോളിവുഡ് മൂവീസിൽ ഇതുപോലത്തെ വീട് കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു കാട്ടിനകത്ത് ഒറ്റപ്പെട്ടൊരു വീട്. ഇത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്താണെന്ന് അറിയാനായിട്ട്. ഇത് ആരൊക്കെ താമസിക്കുന്ന വീടാണ്. പിന്നീടാണ് ആ ഞെട്ടിക്കുന്ന സത്യം എനിക്ക് മനസ്സിലാവുന്നത്. ഇത് നമുക്ക് മാത്രമാണ് അബ്നോർമൽ ആയിട്ട് തോന്നുന്നത്, പക്ഷെ ഇവിടെ അത് നോർമലാണ്. പിന്നെ നടത്താൻ തുടങ്ങി. ഇത് പല സിറ്റികളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന റോഡ് തന്നെയാണ്. ഇത് വിന്റർ ടൈമിൽ കിളികൾക്ക് ഫുഡ് വെച്ച് കൊടുക്കാനുള്ളതാണ്. വിന്റർ ടൈമിൽ അവർക്ക് ഫുഡ് കിട്ടത്തില്ല. അങ്ങനെ ആൾക്കാർക്ക് ഇതിൽ ഫുഡ് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. ഇത് ഒരുപാട് ബാറ്റുള്ള ഒരു ഏരിയ എന്നാണ് ഈ കാണിക്കുന്നത്, പക്ഷെ ഒന്നിനെ കാണാനായിട്ട് പറ്റിയില്ല. പോയ വഴിക്ക് ഒരുപാട് പ്ലം ആണോ ആപ്പിൾ ആണോ എന്തിന്റെയൊക്കെ വെറൈറ്റികൾ ഉണ്ടായിരുന്നു. എല്ലാം കഴിച്ചു നോക്കി. പിന്നെ ഒരു കിളീനെ കണ്ടു. നേരത്തെ കണ്ടതാവാനാണ് സാധ്യത. ഒരു കാട്ടുപ്രാവിനെ കണ്ടു. ഇതിന്റെ കഴുത്തിൽ വെള്ള റിംഗ് ഉണ്ട്, നമ്മുടെ നാട്ടിൽ തത്തയ്ക്ക് ഉള്ളതുപോലെ. എല്ലായിടത്തും ഫ്രഷ് ആപ്പിൾ ഉണ്ട്. നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ പറിച്ച് കഴിക്കാനായിട്ട് പറ്റും. ഓട്ടോ ആയതുകൊണ്ട് തന്നെ എല്ലാം കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതാ കാണുന്നത് ഹസ്കിയാണ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നടന്ന ഒരു പാർക്കിലേക്ക് എത്തി. ഈ പാർക്കിൽ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പിരിഞ്ഞത്. ഒരു മരത്തിൽ നിന്ന് വീണ് കിടക്കുന്നതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ബസ് കയറി വീട്ടിൽ എത്തിയപ്പോഴത്തേക്കിന് ഏതാണ്ട് 6-7 മണിയായി. അങ്ങനെ ആകെ മൊത്തത്തിൽ ശുഭം.